ജോളി LLB 3 ഞാനിപ്പോ ഏറ്റവും ആശ്വസിക്കുന്ന കാര്യം ആ ഒരു ഫ്രാഞ്ചൈസിന് ഈ ഒരു സിനിമ ഒരു രീതിയിലും ചീത്തപ്പേര് കൊണ്ടുവന്നിട്ടില്ല അതാണ് ഏറ്റവും വലിയ നല്ല കാര്യം. ഒരു നല്ലൊരു എൻഗേജിങ് കോർട്ട് റൂം ഡ്രാമ തന്നെയാണ് ജോളി LLB 3. അർഷാദ് വാർസിയും അക്ഷയ് കുമാറിനോട് തൂക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ അടിപൊളിയായിട്ട് ഫീൽ ചെയ്തത് അക്ഷയ് കുമാറുടെ ആ ഒരു ഡയലോഗ് ഡെലിവറിയും പവർഫുൾ പെർഫോമൻസും അവരുടെ കോമിക് ടൈമിംഗ് ആണ്. അക്ഷയ് കുമാർ കോമഡിയിൽ വേറെ കീടിലായിരുന്നു. ഇതിനകത്ത് ചില സീക്വൻസുകളൊക്കെ ഭയങ്കര എന്റർടൈനിങ് ആക്കി മാറ്റണത് അക്ഷയ് കുമാറിന്റെ ആ ഒരു ഡയലോഗ് ഡെലിവറിയും പിന്നെ ചില ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെയാണ് സൂപ്പർ ആയിട്ടുണ്ടായി. അക്ഷയ് കുമാർ രണ്ടാമത്തെ വട്ടമാണ് ഈ വർഷം വക്കീലിന്റെ വേഷം ഇടുന്നത്. രണ്ടാമത്തെ വട്ടം പൊളിച്ചിട്ടുണ്ട്. കേസരി ചാപ്റ്റർ 2 പൊളിച്ച പോലെ ഇതിനകത്തും പൊളിച്ചിട്ടുണ്ട്. പിന്നെ അർഷാദ് വാർസി ആണെങ്കിലും ഒട്ടും ഓവർ ഷാഡോ ആയിട്ടില്ല. വളരെ വൃത്തിക്ക് തന്നെ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരാണ് ഈ സിനിമയുടെ ഏറ്റവും ഒരു സോൾ എന്ന് തന്നെ പറയും. ഇവരുടെ കെമിസ്ട്രിയും ഒരു പ്രത്യേക രസം തന്നെയാട്ടോ. അത് ലാസ്റ്റ് ഫൈനൽ മൊമെന്റ്സിലൊക്കെ ഒരു പ്രത്യേക ഒരു ഫീൽ നമുക്ക് ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. ജോളി LLB 1ഉം 2ഉം പോലെ തന്നെയാണ് 3ഉം. അവസാനത്തെ 45 മിനിറ്റ്സ് ആണ് ശരിക്കും ഇന്ന് കസറണത്. ഭയങ്കര എൻഗേജിങ് മൊമെന്റ്സ് ഒക്കെ അവസാനത്തെ ഫൈനൽ മൊമെന്റ്സിലൊക്കെയാണ്. എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് ഈ ഒരു സിനിമയിൽ പറയുന്ന കേസ് അല്ലെങ്കിൽ ഇതിനകത്ത് പറയുന്ന കണ്ടന്റ് അത് ഈ ഒരു ജോളി LLB 3ക്ക് വേണ്ടിയുള്ള കണ്ടന്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. അത് ഏതെങ്കിലും ഒരു സിനിമയ്ക്കോ അല്ലെങ്കിൽ ജോളി LLB 1നോ 2നോ ഒക്കെ നോർമൽ ആയിട്ട് ഒരു കോടതി പടത്തിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കേസായിട്ട് ഫീൽ ചെയ്തത്. ഇതിനകത്ത് രണ്ട് ജോളിമാരെയും കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ ഒരു കേസ് ഭയങ്കര ടെംപ്ലേറ്റ് ആയിട്ട് തോന്നി. ഒരു വലിയ മിലിയനെയറിന്റെ എതിരെയുള്ള ഒരു ഫൈറ്റ് അത് ഭയങ്കര ടെംപ്ലേറ്റ് ആണ്, ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്, കുറെ വട്ടം കണ്ട് കണ്ട് മടുത്തതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പോരായ്മ ഈ ഒരു സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അവസാനത്തെ ഒരു 20 മിനിറ്റ് ആണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ഈ മേക്കേഴ്സ് ഈ കണ്ടന്റ് ചൂസ് ചെയ്തത്. അതിനകത്ത് ഈ ഒരു സിനിമയിൽ അവസാനം പറയുന്ന കുറെ ഫാക്ടുകളും കുറെ വാക്കുകളും സെന്റൻസുകളൊക്കെ അത് ഭയങ്കര നമ്മളെ തന്നെ ചിന്തിപ്പിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട് ഈ സിനിമയുടെ അകത്ത്. പിന്നെ ലാസ്റ്റ് ഒരു കരച്ചിലുണ്ട് കേട്ടോ, ഒരു നീണ്ട കരച്ചില്. ആ ഒരു കരയുന്ന നിമിഷം വലിയ BGM മ്യൂസിക് ഒന്നുമില്ല. ആ ഒരു കരയണ ശബ്ദം, ആ ഒരു സ്ത്രീ കരയുന്ന ശബ്ദം മാത്രം നമ്മുടെ ചെവിയിൽ കേൾക്കുള്ളൂ. അത് നല്ല രീതിയിൽ നമ്മളിങ്ങനെ വിഷമിപ്പിക്കും. ശരിയാണ്, എനിക്ക് ഈ ഒരു ഇതിനകത്തൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ആ ഒരു ബാക്ക് സ്റ്റോറിയുടെ കഥയായിട്ടോ അല്ലെ ക്യാരക്ടേഴ്സായിട്ടോ എനിക്ക് വലിയ ഇമോഷണൽ കണക്ഷനോ ഒരു ഡെപ്തോ ഫീൽ ചെയ്തില്ല. പക്ഷെ ആ ഒരു കരച്ചിൽ നമുക്ക് ചെറുതായിട്ടൊരു വിഷമം ഫീൽ ചെയ്യും. നമുക്ക് ആ ഒരു ആ ഒരു കമ്മ്യൂണിറ്റിയുടെ തന്നെ ഒരു വോയിസ് ആണ് ആ കരച്ചിലൂടെ അതിനകത്ത് വെളിപ്പെടുത്തുന്നത് എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തു. എനിക്ക് ഈ സിനിമയുടെ ഒരു 1.25 മണിക്കൂറും ഒരു ഡീസന്റ് കോർട്ട് റൂം ഡ്രാമ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു പ്രിഡിക്റ്റബിൾ ഡീസന്റ് കോർട്ട് റൂം ഡ്രാമ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അവസാനത്തെ 3/4 മണിക്കൂറിലാണ് ടേബിൾസ് മൊത്തം ടേൺ ചെയ്ത് ഒരു ഭയങ്കര എൻഗേജിങ് ആയി മാറുന്നത്. സുഭാഷ് കപൂർ എന്ന ഡയറക്ടർ ഏതായാലും മൊത്തത്തിൽ റിസർച്ച് ചെയ്ത് പഠിച്ചിട്ട് തന്നെയാണ് ഈ കളത്തിൽ ഇറങ്ങിയത് നമുക്ക് മനസ്സിലാവും. ബിക്കോസ് ഇതിനകത്ത് ഈ ഒരു സിനിമയിൽ മെൻഷൻ ചെയ്യുന്ന കുറെ പോയിന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സ് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ തന്നെ തുറക്കുന്ന രീതിയിലുള്ള കുറെ പോയിന്റുകളാണ്. പിന്നെ ഈ സിനിമയുടെ മ്യൂസിക്, വിഷ്വൽസ്, എഡിറ്റിംഗ് എല്ലാം വളരെ നന്നായിരുന്നു. പിന്നെ ഹുമ ഖുറേഷി അതേപോലെ അമൃത റാവു ഉണ്ട്, നമ്മുടെ പഴയ മേഹോനിലെ നടിയാണ്. അവരെ കുറെ വർഷങ്ങൾക്ക് ശേഷം അഭിനയിക്കണം. ഈ ഒരു സിനിമയിലും വളരെ രസകരമായിട്ട് തന്നെ ഈ രണ്ട് പേരും ഭാര്യമാരുടെ വേഷം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൗരഭ് ശുക്ല ജഡ്ജിയുടെ വേഷത്തിൽ തകർത്തിട്ടുണ്ട്. അങ്ങേർക്ക് മാത്രം ആ ജഡ്ജിയുടെ വേഷം പറ്റുള്ളൂ എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നത്. ഭയങ്കര പ്രത്യേക രസമാണ്. കോമഡി ആണെങ്കിലും മൊത്തത്തിൽ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. രാം കപൂർ, ഗജറജ് റാവു ഇവരും നന്നായിരുന്നു. പിന്നെ ചക്ദേണ്ടിയിലെ നടിയുണ്ട് കേട്ടോ. അതിനകത്തൊരു പ്ലെയർ, ഒരു കൊണച്ച ഒരു പ്ലെയർ ഉണ്ട് അതിനകത്ത്, ഒരു മൂഷാട്ട. അപ്പൊ ആ ഒരു ആക്ട്രസ് ഇതിനകത്തുണ്ട്. വളരെ ഒരു രസകരമായ റോള് തന്നെയായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ഈ സിനിമയുടെ ഇന്റർവെൽ പഞ്ച് അങ്ങോട്ട് വലിയ പഞ്ച് കിട്ടിയില്ല. ഭയങ്കര മാസാകാൻ നോക്കിയതായിരിക്കും, പക്ഷെ അത് വലിയ മാസമായിട്ട് തോന്നിയില്ല. ഭയങ്കര ക്രിഞ്ച് ആയിട്ടാണ് തോന്നിയത്. ആ അത് മാത്രമുള്ള ഒരു വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് സിനിമ കണ്ടതിന് മൊത്തത്തിൽ തോന്നിയിട്ടുള്ളൂ. ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു ടെംപ്ലേറ്റ് കോർട്ട് റൂം ഡ്രാമ വിത്ത് കിടിലൻ പെർഫോമൻസസ്, ഒരു കിടിലൻ അവസാനത്തെ ഒരു ഫൈനൽ മൊമെന്റ്സും, നല്ല കുറെ ചിരിക്കാൻ കുറെ മൊമെന്റ്സും. ഇതാണ് ജോളി LLB 3. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു വീക്കെൻഡ് സിനിമയാണത്.